എനിക്ക് മാത്രം ഇല്ല, ആരും വരണില്ല, ആരും കാണാം. ഡെലിവറി കഴിഞ്ഞ പാടെ നമ്മൾ റൂമിൽ മാറ്റും കൊടുന്നു വരുന്നത്. അപ്പം ഭയങ്കര ത്രില്ലായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ കുട്ടീനെ ഇങ്ങനെ അടുത്ത് കിടത്തി ഒട്ടും തന്നെ ആ ഒരു രംഗം ഞാൻ ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഞാൻ കരയാറുണ്ട്. കാരണം എനിക്ക് അവരില്ലാണ്ട് അവരിനി പോവുകയാണ് 3 ദിവസമായിട്ടുള്ളൂ. കാരണം നമ്മൾ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയും ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അങ്ങനത്തെ ഭയങ്കര ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഉമ്മ കൊടുത്തത് ഉണ്ണിയുടെ വായലായിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സിൽ എന്താ വന്ന് ഇത് കണ്ടിട്ട് ഇവിടുത്തെ ഏട്ടൻ്റെ അമ്മ ഭയങ്കരമായിട്ട് പേടിച്ചു. കാരണം എനിക്കോ കുട്ടിക്കോ എന്താ പറ്റിയെന്ന് എൻ്റെ മാമമ്മ. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ തമിഴയും കണ്ട പോലെ തന്നെ ഇന്ന് എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ ഡെലിവറി ഈ അടുത്ത് കഴിഞ്ഞതാണോ? അല്ല കേട്ടോ, എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 8 കൊല്ലമായി. ഞാൻ ഇപ്പോൾ ഒരു പ്രഗ്നൻസി സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വന്നിട്ട് കുറേ ആൾക്കാർ അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചോദിച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അധികം വഴിക്കാതെ തന്നെ നമ്മുടെ ഡെലിവറി സ്റ്റോറിയും കൂടി ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയാണ് ഇന്നത്തെ ഞാനൊരു വീഡിയോ എടുക്കാൻ തന്നെ കാരണം. നമുക്ക് നേരെ എൻ്റെ ഡെലിവറി സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ എൻ്റെ ഡെലിവറിയുടെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് നവംബർ 14-നായിരുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി നവംബർ 6-നായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഏട്ടൻ പതിവ് പോലെ നവംബർ 5-ാം തീയതി തന്നെ വന്നിട്ടുണ്ടായിരുന്നു തലേദിവസം. അപ്പോൾ എനിക്ക് അന്ന് യൂറിനറി ഇൻഫെക്ഷൻ കൂടുതലായിട്ട് ഞാനിങ്ങനെ ഒരു രാത്രി 11:30 കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഫുള്ള് ടോയ്ലറ്റിൻ്റെ ഒരു ഡോറിൻ്റെ അവിടെ തന്നെ നിന്നിരുന്നു. എന്താ വെച്ചാൽ ബാത്റൂമിൽ പോവുക വരിക, പെയിൻ സഹിക്കാൻ പറ്റാത്ത. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണോ ഡെലിവറി പെയിൻ? നമുക്ക് മുന്നേ ആരും അറിവോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് അല്ലായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഒരു കല്യാണം ആയാലും അല്ലാതെ. അപ്പോൾ ഫസ്റ്റ് ആനിവേഴ്സറി ആയപ്പോൾ അവനാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് വിഷ് ചെയ്യുന്നത്. ആ വിഷ് ചെയ്യുമ്പോൾ ഏട്ടൻ സംസാരിക്കുന്നുണ്ടായിരുന്നു ഉറക്കത്തിൽ. സംസാരിച്ച് എനിക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞപ്പോൾ എന്നെ തപ്പുമ്പോൾ ഏട്ടന് കാണാനില്ല. കാരണം ഞാൻ ആ ഡോറിൻ്റെ അവിടെ വളഞ്ഞ് വയറ് പിടിച്ച് നിൽക്കുക. എനിക്ക് അത്ര വേദന സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അവരൊക്കെ മനസ്സിലാക്കണം പെട്ടെന്ന് നമ്മളൊരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് നമ്മളുടെ റൂമിൽ നിന്ന് എന്ത് സൗണ്ട് കേൾക്കുകയാണെങ്കിലും പെട്ടെന്ന് ഓടി വരാൻ നമ്മുടെ എല്ലാവരും ഉണ്ടാവും കേട്ടോ. അമ്മയും എല്ലാവരും. കാരണം ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ, ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത് ഡെലിവറിക്ക്. കാരണം ഹോസ്പിറ്റലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ കുറച്ച് അടുത്തുണ്ട്, ഒരു 3 കിലോമീറ്ററൊക്കെ ഉള്ളൂ. ഏത് നിമിഷം പെയിൻ വന്നാൽ നമുക്ക് പെട്ടെന്ന് പോവാം. പിന്നെ എനിക്ക് പറഞ്ഞാൽ വെള്ളം കൂടുതലായതുകൊണ്ട് നല്ലൊരു റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ എൻ്റെ പ്രഗ്നൻസി സ്റ്റോറിയിൽ പറഞ്ഞാൽ ഇനി ഞാനതൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ് കാരണം എന്നറിയില്ല. അപ്പോൾ പെട്ടെന്നാണ് കേട്ടോ എൻ്റെ അമ്മയുടെ ഒരു ഡെലിവറിയുടെ കേസ് പറയുമ്പോൾ അമ്മയ്ക്ക് ആദ്യം വെള്ളം ബ്രേക്കായി പോയിട്ടാണ് അമ്മ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് എന്നെ ഡെലിവറി ഒക്കെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ പെട്ടെന്ന് ഈ പെയിൻ ഇനി വെള്ളം പോകാനാണോ എന്നൊക്കെ എല്ലാവരും പേടിച്ചു. പെട്ടെന്ന് ഒരു 12:30 ആയപ്പോൾ തന്നെ നമ്മുടെ ഈ പ്രഗ്നൻസിയിൽ അറിയാമല്ലോ ബാഗെല്ലാം പാക്ക് ചെയ്തു. നമ്മളെ വേഗം കാറിൽ കയറ്റുക, ഈ ഒരു കിറ്റ് എടുത്ത് നമ്മൾ കൊണ്ടുപോകും, അതാണല്ലോ. അതേപോലെ തന്നെ എന്നെ വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചോട്ടോ. ഒരു 1:30 ആകുമ്പോഴേക്കും ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി. എല്ലാം ഒന്ന് സെറ്റാണല്ലോ, നമ്മൾ ഡ്രസ്സ് മാറണം കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാനൊക്കെ ഇട്ട ഡ്രസ്സിൽ തന്നെയാണ് ഹോസ്പിറ്റലിൽ. കാരണം ഇവരുടെ വിചാരം, എൻ്റെ ഫാമിലിയുടെ വിചാരം എനിക്കിത് പെയിനാണ്, എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ഇപ്പോൾ ഡെലിവറി നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ പാടെ തന്നെ പെയിൻ സഹിക്കാൻ പറ്റാത്തതായതുകൊണ്ട് ഇവർ ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 30 വീക്സ് ആയതുകൊണ്ട് നമ്മൾ ഡെലിവറി ഡേറ്റ് എക്സ്പെക്ട് ചെയ്യാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വേഗം ലാബ് റൂമിൽ കയറ്റി തന്നെ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി മുന്നേ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അത് അതിൻ്റെ ലെവൽ അത്രയും ഹൈ ആയിട്ട് വേദന സഹിക്കാൻ പറ്റാണ്ടാണ് അന്ന് എന്നെ വേദന കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഞാൻ പിന്നീട് അവർ ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ബ്ലഡിലൊന്നും കുഴപ്പമില്ല, ഡേറ്റ് ഒന്നും ആയിട്ടില്ല. നമ്മൾ ജസ്റ്റ് പരിശോധിച്ചൊക്കെ നോക്കുമല്ലോ ഉള്ളൊക്കെ. അപ്പോൾ അതൊന്നുമല്ല, ജസ്റ്റ് യൂറിനറി ഇൻഫെക്ഷനാണ് എന്ന് പറഞ്ഞു. പിന്നെ അതിനുള്ള ആൻറ്റിബയോട്ടിക്, കാരണം എനിക്ക് ഒരുപാട് വട്ടം ഇങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് ഡോക്ടർ പറയുമായിരുന്നു ഇത് ഇങ്ങനെ യൂറിൻ ഇൻഫെക്ഷൻ വരാൻ പാടില്ല, നിങ്ങളുടെ കുട്ടിക്കാണ് കംപ്ലൈൻറ്റ് വരിക എന്നൊക്കെ അവർ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അന്ന് അത്ര വലിയ ബോധേഡല്ല. ഇതിൻ്റെ ഒരു കാര്യം ഞാൻ പിന്നീട് പറയാം കേട്ടോ. ഈ യൂറിൻ ഇൻഫെക്ഷൻ വെച്ചിട്ട് ഞാൻ പിന്നീട് എൻ്റെ ഒരു മോൻ ജനിച്ചൊരു 2 വയസ്സിൽ ഞാൻ അനുഭവിച്ചൊരു കാര്യം ഞാനൊരു പിന്നൊരു വീഡിയോ ആയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ. ഞാൻ ഷോർട്സിലൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ചേർത്ത നമ്മുടെ വീഡിയോ ഭയങ്കരമായിട്ട് ലോങ് ആവേ. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഡോക്ടർ നമ്മൾ പരിശോധിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്ക് ഡ്രിപ്പും മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്തായിട്ടോ, അന്ന് എൻ്റെ ആനിവേഴ്സറിയാണ്, ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു 2017 കേട്ടോ. അങ്ങനെ എനിക്ക് എൻ്റെ ഏട്ടനെയോ എൻ്റെ പാരൻസിനെയോ ആരും കാണാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ലേബർ റൂമിൽ അവിടെയാണ് നമ്മളൊരു അഡ്മിറ്റ് ആയ പോലെയായിരുന്നു നമ്മളവിടെ കിടന്നിരുന്നത് കേട്ടോ. ഒരു ഉച്ച നേരമൊക്കെ ആയപ്പോൾ വേഗം എന്നെ കുഴപ്പമില്ല, നിങ്ങൾ റൂമിലേക്ക് പൊക്കോളൂ പറഞ്ഞിട്ട് അങ്ങനെ റൂമിൽ നിന്ന് പോയപ്പോൾ ഫ്രഷൊക്കെ ആയിട്ട് പുതിയൊരു ഡ്രസ്സൊക്കെ മാക്സിയൊക്കെ ഇട്ടു. പിന്നെ ഏട്ടൻ വരുമ്പോൾ ഒരു കേക്കൊക്കെ മേടിച്ച് വേഗം കൊടുന്നു. അതെല്ലാം നമ്മൾ തലേന്നേ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആനിവേഴ്സറിക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ മേടിച്ച് എൻ്റെ മാമമ്മ എല്ലാ കറിയും ഉണ്ടാക്കി ഒക്കെ മാമൻ്റെ കയ്യിൽ ഹോസ്പിറ്റലിൽ കൊടുത്തു കേട്ടു. ഫസ്റ്റ് ആനിവേഴ്സറി ആണെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അത് നന്നായിട്ട് ആഘോഷിച്ചു. ആ ഒരു ഫോട്ടോ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഞാൻ ഏട്ടൻ അവിടെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ പരസ്പരം കൊടുത്തു. പിന്നെ ബാക്കിയുള്ള കേക്കൊക്കെ നമ്മുടെ അവിടുത്തെ നഴ്സിംഗ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുത്ത് അവർ ഭയങ്കര സന്തോഷമായിട്ട്. അപ്പോൾ എല്ലാവരും കേക്കൊക്കെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നെ അവർ 2 ദിവസം കഴിഞ്ഞ് പറഞ്ഞു ഇനിയിപ്പോൾ എന്തെങ്കിലും ഡേറ്റ് ആയാലും നിങ്ങൾ പോകണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. പിന്നെ ഏട്ടൻ അവിടെ നിന്ന് ജോലിക്ക്, കോഴിക്കോടാണ് ഏട്ടൻ വർക്ക് ചെയ്യുന്നത്, ഏട്ടൻ ജോലി സ്ഥലത്തേക്ക് പോയി. അന്നത്തെ ആ രാത്രി നമുക്ക് ഒരു സൗകര്യം ഇല്ലാത്ത റൂമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ റൂം നമ്മൾ വേറെ റൂമിലേക്ക് ഷിഫ്റ്റ് ആയി. അവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നും ഉണ്ടായിരുന്നില്ല, അതാണ് സൗകര്യം ഇല്ലാന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു നല്ലൊരു റൂമിലേക്ക് മാറി. പിന്നെ എനിക്ക് അലർജിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു കേട്ടോ. ഈ തലയിൽ നല്ല താരനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അന്നത്തെ രാത്രി ഭയങ്കരമായിട്ട് തുമ്മലും കാര്യങ്ങളും. അപ്പോൾ എൻ്റെ തുമ്മൽ കണ്ടിട്ട് തന്നെ അമ്മ ചോദിച്ചത് അയ്യോ ഇങ്ങനെ തുമ്മിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇങ്ങനെ നമ്മൾ ഡേറ്റ് ആയിട്ട് ഇരിക്കില്ല, എന്തെങ്കിലും പ്രശ്നമാവും, വെള്ളം ബ്രേക്ക് ആവുമോ എന്നൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. പിറ്റേ ദിവസം കാലത്തായി ഡോക്ടേഴ്സ് റൂമിലേക്ക് വന്നപ്പോഴാണ് നമ്മളെ പരിശോധിച്ച് നോക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 ഫിംഗർ വികാസം ഉണ്ട്, അപ്പോൾ നമുക്കൊന്ന് ലാബ് റൂമിലേക്ക് ഇറക്കാം എന്ന് പറഞ്ഞിട്ട് എന്നെയും അതുപോലെ നമ്മുടെ ആ ഒരു വാർഡിൽ ആ ഒരു റൂംസിലുള്ള ഒരു 2-3 ആൾക്കാരെ ഇറക്കി കേട്ടോ. ആ ഇറക്കണ സമയത്ത് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് 2 ദോശ കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചൊന്ന് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഡോക്ടർ പറയുന്നു. പിന്നെ അമ്മേനെ ആ പരിസരത്തേക്ക് കാണാല്ലേ, ഞാൻ ആകെ ടെൻഷനായി. നഴ്സ് പറഞ്ഞു വേഗം വായു പറഞ്ഞു. ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ടുപോവാണ്. അമ്മയ്ക്ക് അപ്പോൾ ഈ ടെൻഷൻ വന്നാൽ ഈ ബാത്റൂമിൽ പോകുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതായിരുന്നു അമ്മ ബാത്റൂമിൽ നിന്ന് ഇറങ്ങണേ ഇല്ല. അപ്പോൾ ഞാൻ എന്തായാലും നഴ്സിൻ്റെ കൂടെ പോവാൻ അമ്മ വരുമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ ഒരു ഡെലിവറിയുടെ ടൈം എന്ന് പറഞ്ഞൊരു 20 വയസ്സാണ്. ആ ഒരു വയസ്സ് പറഞ്ഞാൽ ഭയങ്കര ഒരു ചെറിയ വയസ്സും അന്ന് നമുക്ക് ഒന്നും അറിയാത്തൊരു സമയമാണ്. അപ്പോൾ എനിക്ക് നഴ്സ് വിളിച്ചപ്പോൾ നഴ്സിൻ്റെ കൂടെ പോകണമല്ലോ, എന്തായാലും പെട്ടെന്ന് ഇറങ്ങേണ്ട വരും, ഇപ്പം തന്നെ ഡെലിവറി ഉണ്ടാവും എന്നൊക്കെയാണ് നമ്മുടെ ആ ഒരു മൈൻഡിൽ ഉണ്ടാവുക. അല്ലാതെ കുറച്ച് ടൈം പിടിക്കും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ആ നഴ്സിൻ്റെ കൂടെ പോയി ലാബ് റൂമിൽ പോയപ്പോഴാണ് അന്ന് ഞാനൊരു കമ്മൽ, മാല, കൈച്ചേൻ, പാദസരം മാത്രം അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഡേറ്റ് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മളുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞു അത് ഊരാനും ബുദ്ധിമുട്ടാവും പറഞ്ഞിട്ട്, അല്ലാതെ ബാക്കിയുള്ള വളവ് കഴിച്ചിന് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു ഗോൾഡ് എല്ലാം മാറ്റണം, മുടിയൊക്കെ 2 ഭാഗം പിന്നി കെട്ടണം. നമ്മൾ ഈ വീഡിയോസിൽ കണ്ടിട്ടില്ലേ തലേന്ന് തന്നെ റൂമിൽ അമ്മമാരാരെങ്കിലൊക്കെ നമുക്ക് മെടഞ്ഞ് കിട്ടി. ഇത് ഒറ്റയ്ക്ക് ഞാനിങ്ങനെ മെടഞ്ഞ് ഞാൻ തന്നെ 2 ഭാഗം മുടി മടഞ്ഞിടുകയൊക്കെ ചെയ്യായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടം വെച്ചാൽ ഞാൻ ആരും കാണാണ്ടാണ് ഞാൻ ഈ ലാബ് റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നത്. അപ്പോൾ ഭയങ്കര ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക്. എന്തെന്നാ പറയുക, ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടം വന്നിട്ടുണ്ടായിരുന്നു. കാരണം അമ്മേനെ കാണാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഡെലിവറിക്കല്ലേ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഒരു പെയിനുള്ളൊരു സംഭവമാണ്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ ചിന്തിച്ച് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഒരു ഉണ്ണിയുണ്ട്, അപ്പോൾ ആ ഒരു ഉണ്ണീനെ എന്തായാലും നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ അത്രയും പെയിൻ സഹിച്ചേ പറ്റൂ എന്നൊരു മൈൻഡ് നമുക്കുണ്ട്. എനിക്കാണെങ്കിൽ ഒരു ചെറിയൊരു ഇഞ്ചക്ഷൻ പോലും പേടിയാണ്. പറയുകയാണെങ്കിൽ ഞാൻ ലാബ് ടെക്നീഷ്യനാണ്, ഒരുപാട് പേരെ ബ്ലഡ് എടുക്കുക, ടെസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യെങ്കിലും നമുക്കൊരു കാര്യം വന്നാൽ അത് ഭയങ്കര ഒരു പേടിയുള്ള കാര്യമാണ്. പെട്ടെന്ന് ഈ ഗോൾഡെല്ലാം അഴിച്ച് മാറ്റിയിട്ട് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അന്ന് എനിക്കൊരു മണ്ടത്തരല്ല ഞാൻ അന്ന് ചെയ്തത്. എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഈ ഗോൾഡ് കൂരിയിട്ട് കൊടുക്കാൻ പറഞ്ഞു ഒരു സിസ്റ്റർ കേട്ടോ. സിസ്റ്റർ അവിടെ കന്യാസ്ത്രീമാരാണ്, ഞാൻ പറയുന്നല്ലോ, ഒരു കന്യാസ്ത്രീമാരുടെ ഈ കുന്നംകുളത്തുള്ള സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലാണ് ഞാൻ ഡെലിവറിക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കന്യാസ്ത്രീമാരാണുള്ളത്, അവർ തന്നെ അവരുടെ നഴ്സുമാരും. അപ്പോൾ അവിടെ ഹെഡ് നഴ്സ് പറഞ്ഞു ഈ ഗോൾഡൊക്കെ ഊരിയിട്ട് കൊടുത്തു പോകാൻ പറഞ്ഞു. ഞാൻ ഈ ഗോൾഡ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഈ ഒരു വേഷത്തിൽ എനിക്ക് എൻ്റെ അമ്മേനെ ഫേസ് ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പൊതുവേ ആദ്യമായിട്ട് സാരി ഉടുക്കുമ്പോൾ പോലെ എനിക്ക് എൻ്റെ പാരൻസിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഷൈ ഉള്ള ഒരു ടൈപ്പായ ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇന്നേഴ്സൊക്കെ മാറ്റി നമ്മുടെ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഒരു ടോപ്പും ബാക്കിൽ കെട്ടുന്ന ടോപ്പും ഒരു മുണ്ടും എടുത്തിട്ട് ആണ് നമ്മൾ ഈ അമ്മയുടെ അടുത്ത് പോകുന്നത് ഈ ഗോൾഡ് ആയിട്ട്. എനിക്ക് എൻ്റെ അമ്മ എന്നെ എങ്ങനെ കാണും എന്നൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അപ്പം അമ്മേനെ അവിടെ കാണാനേ ഉണ്ടായിരുന്നില്ല. കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ റൂമിൽ ഉണ്ടായിരുന്ന ഒരു താത്തയുടെ കയ്യിലാണ് കേട്ടോ ഈ ഗോൾഡ് കൊടുത്തത്. അതെന്തോ ഒരു ഓർമ്മയിൽ ഞാൻ അങ്ങനെ കൊടുത്തതാണ്, അമ്മയ്ക്ക് ഏൽപ്പിക്കും. ഈ ഗോൾഡൊന്നും നമ്മളിങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നുള്ളതൊരു എന്തോ ഞാൻ അങ്ങനെ ചിന്തിച്ച് പോയിട്ട് അങ്ങനെ കൊടുത്തുപോയി. പിന്നെ സിസ്റ്റർ ചോദിക്കണു അമ്മ വന്നോ ചോദിച്ചപ്പോൾ ഇല്ല, ഞാനൊരു താത്തയിൽ കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അവർ വേഗം പോയിട്ട് അത് മേടിച്ചു കൊണ്ടുവരാനും ഒക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. കാരണം ഇങ്ങനെ ഗോൾഡൊന്നും ആരെങ്കിലും കൊടുക്കും, എന്താ ചെയ്തതെന്നൊക്കെ ചോദിച്ചാൽ സിസ്റ്റർ എന്നെ അങ്ങനെ ചെറുതായി വഴക്ക് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ ചെന്നപ്പോഴേക്കും ആ താത്ത അമ്മയ്ക്ക് കൊടുത്തു, അമ്മയ്ക്ക് കിട്ടിയെന്ന് എനിക്കൊരു വിവരം വന്നപ്പോൾ പിന്നെ ഒരു ആശ്വാസം ഉണ്ടായിട്ടോ. അന്ന് ഞാൻ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഇനി ഡേറ്റ് ആണ് അല്ല ടൈമായി ഡെലിവറിക്ക്, ഇനിയിപ്പോൾ ഹറിബറി ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഗോൾഡ് അങ്ങനെ കൊടുക്കേണ്ടത് എനിക്ക് വന്നത് കേട്ടോ. അല്ലാതെ അത് അന്നത്തെ ഒരു ചെറിയൊരു പ്രായത്തിലുള്ള ഒരു പൊട്ടത്തരായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. 9:30 ആയപ്പോൾ നമ്മളുടെ എല്ലാം ഓക്കെ ആയി. എനിമ ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം തലേദിവസം ഫുഡ് കഴിച്ച് സ്റ്റോപ്പ് ആക്കണ ഒരു കാര്യമൊന്നുമല്ലല്ലോ. പെട്ടെന്നൊരു നമ്മളെ ലാബ് റൂമിലേക്ക് ഇറക്കിയോണ്ട് എനിമയും കാര്യങ്ങളൊക്കെ തന്നു. ടോയ്ലറ്റ് പോയി, നമ്മൾ വയറൊക്കെ ക്ലീൻ ആയി. അങ്ങനെയാണ്. പിന്നെ അവിടെ നിന്ന് നമുക്ക് ഡ്രിപ്പ് ഇടാണ് ചെയ്യുന്നത്. അതിൽ കൂടെ നമുക്ക് പെയിൻ ഉണ്ടാവുകയാണ്. എനിക്കൊരു 9:30 ആയപ്പോൾ തന്നെ ഏകദേശം എനിക്കങ്ങനെ ഡ്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പെയിൻ ഇങ്ങനെ ചെറുതായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ബാക്കിലൊരു എല്ലുണ്ട് കേട്ടോ, ആ എല്ലിങ്ങനെ പൊന്തുമ്പോൾ ഭയങ്കര ഒരു പെയിനാണ്. അപ്പോൾ അതിങ്ങനെ പൊന്തുന്നത് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാണ്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഡെലിവറി പെയിൻ തുടങ്ങി, ഇതാണ് പെയിൻ കൂടി സഹിക്കാൻ പറ്റാണ്ടായി തുടങ്ങി. ഞാനപ്പോൾ വിചാരിച്ചു
എന്താ ഇവർ എന്നെ അപ്പുറത്തൊരു ഡെലിവറിക്കായിട്ട് പ്രസവത്തിനായിട്ട് ഒരു റൂമുണ്ട്, അവിടെ ഒരു സ്റ്റീലിൻ്റെ ഒക്കെ പോലത്തെ ഒരു റൂം. ആ റൂം കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും. ആ റൂമിലേക്ക് എന്താ എന്നെ മാറ്റാത്ത വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഏട്ടൻ വന്നു, ഹസ്ബൻഡിൻ്റെ സൈൻ വേണം. അപ്പം എൻ്റെ വിചാരം ഹസ്ബൻഡ് വരാത്തതുകൊണ്ടാണോ എന്നെ ആ റൂമിലേക്ക് മാറ്റാത്തത്, ഇതല്ലേ ഡെലിവറി പെയിൻ, ഞാൻ കുറേ സഹിക്കുന്നുണ്ടല്ലോ, ഇവർ എന്താ എന്നെ അതിന് ഡെലിവറിക്ക് കൊണ്ടുപോകാത്തത് എന്നൊക്കെ ഞാൻ അങ്ങനെ കുറേ ആലോചിച്ചു കേട്ടോ. അപ്പോൾ പറഞ്ഞു ആയിട്ടില്ല ഇങ്ങനെ പറഞ്ഞു. പിന്നെ 11 മണി കഴിഞ്ഞു, 11:30 കഴിഞ്ഞു, ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും കോഴിക്കോട് നിന്ന് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ സൈൻ കിട്ടി. പെയിൻ നല്ല കൂടുതലുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ പെയിൻ വരുന്നു, ഡെലിവറി കഴിയണു, അവർ പോകുന്നു. എനിക്ക് പെയിൻ സഹിക്കാൻ പറ്റണില്ല. അതിൽ എനിക്ക് ഏറ്റവും ഒരു ബ്ലസ് ആയിട്ടും ഒരു ഗുഡായിട്ടും ഒരു നല്ലൊരു ഫീലായിട്ട് തോന്നിയത്, നമുക്ക് ഈ ഒരു പെയിൻ വരുമ്പോൾ നമ്മളിങ്ങനെ ഒഴിഞ്ഞു കൊടുക്കും ബാക്ക്. ആ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കത് എത്തില്ല. കാരണം നമ്മൾ ഓൾറെഡി വയറിലോ സാധനം കെട്ടി നമ്മുടെ കുട്ടിയുടെ ഹാർട്ട് ബീറ്റും കാര്യം നോക്കിയൊരു സംഭവം ഉണ്ടാവും. പിന്നെ നമ്മൾ ട്യൂബ് ഇട്ടിട്ടുണ്ടാവും, ചെറിയ നോർമൽ ഡെലിവറിക്കുള്ള ചെറിയ ട്യൂബ് നമുക്ക് ഇട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഫുൾ ക്യാനില്ല, ഇവിടെ ഇഞ്ചക്ഷൻ, അങ്ങനെ കുറേ ഒരു കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഒഴിയാനോ, നമുക്ക് ഈ കൈ തന്നെ പൊന്തില്ല പെയിനായിട്ട്. പക്ഷെ എനിക്കത് ഒഴിഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ട്രെയിനി നേഴ്സ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു കുട്ടി എനിക്ക് ഒരു ഉച്ച വരെ ആ കുട്ടി ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം വേറൊരു കുട്ടി. എൻ്റെ കഴിയണ വരെ എനിക്കൊരാൾ ഈ ഒരു ബാക്ക് ഒഴിഞ്ഞു വരുമ്പോഴുള്ളൊരു സുഖം ഉണ്ടല്ലോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ വല്ലാണ്ട് ഇങ്ങനെ കരയാനും തുടങ്ങിയില്ല. ഞാൻ കരഞ്ഞിട്ടില്ല എൻ്റെ ഡെലിവറിക്ക് കേട്ടോ. ഞാനിങ്ങനെ വേദന വരുമ്പോൾ ഇങ്ങനെ ഞരങ്ങാന്നല്ലാതെ ഡോക്ടർ പറയും ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ മാത്രമാണ് ആ ലാബ് റൂമിൽ കരയാത്തത്. അത് കേട്ട വിശ്വാസമാവില്ല. എന്നെ അറിയുന്ന ആൾക്കാർ വിചാരിക്കും ഞാൻ പൊതുവേ എല്ലാ കാര്യത്തിനും പേടിയുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ എന്തായാലും കരഞ്ഞ് പൊളിച്ചിട്ടുണ്ടാവുന്നതാണ് എല്ലാവരും. പക്ഷെ ഞാൻ കരഞ്ഞേയില്ല. വേദന സഹിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ഞരക്കുണ്ടാവില്ല, അത് മാത്രമായിട്ടോ ഞാൻ അന്ന് എനിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഉച്ചയായി, കുറേ നേരമായിട്ട് ഒന്നും അവിടെ അങ്ങനെ ഞാൻ നേരെ കിടക്കുന്നത് ഒരു ക്ലോക്കിൻ്റെ മുന്നിലാണ് കേട്ടോ. ഒരു 3:30 ആയപ്പോൾ ഡോക്ടർമാരിങ്ങനെ ഉള്ളിൽ വന്ന് പരിശോധിച്ച് നോക്കുമല്ലോ, അങ്ങനെ ആയോ. അപ്പോൾ എൻ്റെ വെള്ളം പൊട്ടിപ്പോയിട്ടുണ്ടായി. വെള്ളമായിട്ടൊരു എന്താ പറയുക, ഒരു അറപ്പ് ഒരു മാതിരി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വിചാരിച്ചു, ഇപ്പം ഇനി ഡെലിവറി നടക്കും, വെള്ളം പോയല്ലോ, വയറങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുരുങ്ങിയ പോലെ ആയിട്ട്. അപ്പം ഞാൻ ചോദിച്ചാ ഇതിലിപ്പോൾ കുട്ടിക്ക് കിടക്കുമ്പോൾ കുട്ടിക്ക് ശ്വാസം ഇട്ടോ എന്നൊക്കെയാണ് നമ്മുടെ ചിന്ത. പക്ഷേ കുട്ടിക്കുള്ള വെള്ളം ഓൾറെഡി അവിടെ ഉണ്ടായിരിക്കും, ബാക്കിയുള്ള വെള്ളമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളത് കൊണ്ട് ഒരുപാട് നഴ്സുമാരെ എനിക്ക് അറിയണതുകൊണ്ട് അവരൊക്കെ എൻ്റെ ഒരു കുട്ടീനെ വെയിറ്റ് ചെയ്തിട്ടായിരുന്നു. മനീഷയുടെ കുട്ടി വന്നിട്ടാണ് ഞങ്ങൾ പോവുള്ളൂ, ഡ്യൂട്ടി ചേഞ്ച് ആവുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. കാരണം ഞാൻ 5 മണിയായിട്ടോ, എല്ലാവരും ഡെലിവറി കഴിഞ്ഞു, എൻ്റെ ഡെലിവറി മാത്രം കഴിഞ്ഞില്ല. കാരണം എൻ്റെ ആയിട്ടില്ല, പെയിനൊക്കെ ഉണ്ട്, പക്ഷേ കുട്ടി ഇങ്ങനെ വരണില്ല, ആയിട്ടില്ല എന്നങ്ങനെ പറയുന്നു. ഒരു 6 മണി ആയപ്പോഴും എനിക്ക് ഡോക്ടർ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ പറഞ്ഞു, എൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുക്കരുത് എന്നിങ്ങനെ പറയേണ്ടത്. പക്ഷെ ഞാൻ മുക്കിയിട്ടില്ല. നമുക്ക് പെയിൻ വരുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യാന്നറിയില്ലല്ലോ, മുക്കിയിട്ടില്ല. മാക്സിമം ഞാൻ മുക്കിയിട്ടില്ല, എനിക്ക് മുക്കിയോന്ന് അറിയാനും പറ്റില്ല കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ മുക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുട്ടിയുടെ നെറ്റ് ബൾജായിട്ടുണ്ട് എന്ന് പറഞ്ഞു, കുറച്ച് ടൈം ആവും എന്ന് പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൻ്റെ അവിടെ ഒരു ബ്ലാക്ക് ഒരു കാരിയർ പോലെ, ഒരു ബാഗ് പോലെ, കുട്ടികളെ കൊണ്ടുവരുന്ന ഒരു ബാഗ് പോലെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഒരു സംശയം. കാരണം ഞാൻ മുന്നേ യൂറിൻ ഇൻഫെക്ഷൻ വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ഇങ്ങനെ ലാബ് റൂമിൽ പോയപ്പോൾ ഓരോരുത്തർ C-സെക്ഷന് കൊണ്ടുപോകുമ്പോൾ അത് കാലിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ച് അവർക്ക് യൂറിൻ ട്യൂബൊക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ സിസ്റ്ററോട് ചോദിച്ചു, അപ്പോൾ സിസ്റ്റർമാർ വന്നിട്ട് എൻ്റെ യൂറിൻ ട്യൂബ് മാറ്റിയത്, നമുക്ക് ഓൾറെഡി ഈ പെയിൻ ഉള്ളതുകൊണ്ട് യൂറിൻ ട്യൂബ് മാറ്റുമ്പോൾ നമുക്കൊന്നും അറിയാനേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അത്രയും വലിയൊരു വേദന സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു യൂറിൻ ട്യൂബ് മാറ്റുമ്പോൾ നമുക്കൊരു വേദനയേ ആയിരുന്നില്ല. ഞാൻ ചോദിച്ചു നഴ്സിൻ്റെ അടുത്ത്, ഇത് എന്തിനാ കാലിൻ്റെ അവിടെ കൊടുന്ന് വെച്ച് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നോർമലിൽ നോക്കിയിട്ട് പറ്റണില്ല, സിസേറിയന് കൊണ്ടുപോകണമെന്ന്. ഞാൻ സ്റ്റക്കായി. കാരണം അവരെൻ്റെ അടുത്തൊന്നും പറഞ്ഞതുമില്ല. സിസേറിയൻ എന്ന് പറയുമ്പോൾ എന്തായാലും മുറിക്കുകയാണല്ലോ. ഞാനത് ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ അപ്പം ഞാൻ സ്റ്റക്കായതാണ് കേട്ടോ. പിന്നെ ഞാൻ കരഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഡോക്ടർമാർ പറയണുണ്ട് കേട്ടോ, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഭയങ്കരമായിട്ട് ഞാൻ സ്റ്റക്കായി സിസേറിയനാന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് നോർമൽ ഡെലിവറി ആയാലും ക്യാനിലിടാനൊക്കെ എനിക്ക് പേടി. ആ സ്ഥാനത്ത് എനിക്ക് സിസേറിയൻ എന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞാൻ വായടച്ചതാണേ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറത്ത് എന്താ നടന്നുകൊണ്ടിരിക്കുകയെന്ന് അറിയോ, എൻ്റെ അമ്മയും ഞാനും പറഞ്ഞ ഭയങ്കര ബോണ്ടാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് സിസേറിയന് സൈൻ ചെയ്യാൻ മേടിക്കണം. അപ്പോൾ ഏട്ടനും അമ്മേനെയും വിളിച്ചു, ഹസ്ബൻഡിനെയും എൻ്റെ സ്വന്തം എൻ്റെ അമ്മേനെയും വിളിപ്പിച്ചു. എന്നിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു, നോർമൽ ഡെലിവറി നടക്കണില്ല, കുട്ടിയുടെ തല ഇവിടെ ബൾജായിട്ടുണ്ട്, സിസേറിയനെ നടക്കുള്ളൂ എന്ന് പറഞ്ഞു.
അപ്പം അത് പറഞ്ഞതും അമ്മ പുറത്തിറങ്ങി ഓടിയ പാടെ അവിടെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ അമ്മയുടെ തല ചുറ്റി വീണു. പിന്നെ അമ്മയ്ക്ക് കുറേ നേരം കണ്ടിട്ട് ബോധം വന്ന്. ഇത് കണ്ടിട്ട് ഇവിടുത്തെ ഏട്ടൻ്റെ അമ്മ ഭയങ്കരമായിട്ട് പേടിച്ചു. കാരണം എനിക്കോ കുട്ടിക്കോ എന്താ പറ്റിയെന്ന് എൻ്റെ മാമമ്മ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചു. ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്താ ഇത്രയും നേരമായിട്ട് കാലത്ത് 9 മണിക്ക് കയറ്റിയത്, 6 മണി കിട്ടും, ഒന്നും പറയണില്ല അവർ. ആയിട്ടില്ല മനീഷയുടെ എന്നിങ്ങനെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ചു. പിന്നെ ഏട്ടൻ പുറത്ത് വന്നതിന് ശേഷം കാര്യം പറഞ്ഞു, അവൾക്ക് സിസേറിയനാണ്, അതുകൊണ്ട് അമ്മ പേടിച്ചിട്ട് വിഷമം വന്നിട്ടാണ് അമ്മ ഇങ്ങനെ തലചുറ്റി വീണത് പറഞ്ഞു. പക്ഷെ ഇതൊന്നും ഞാൻ അറിയണില്ലല്ലോ. ഞാൻ ഡെലിവറിക്ക് കയറി പോകുമ്പോഴും എൻ്റെ കൂടെ ആരും ഇല്ല, ഒന്ന് കാണാനും ആരും പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഡെലിവറിക്ക് നമ്മൾ സിസേറിയന് വേണ്ടിയിട്ട് ട്രോളിയിൽ മാറ്റി കിടത്തി എന്നെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഫാമിലീസ് എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മ ഉണ്ടായിരുന്നു, അച്ഛൻ ഉണ്ടായിരുന്നു, വല്യമ്മ, മാമമ്മ, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനിയന്മാരുണ്ടായിരുന്നു എന്ന് ഓർമ്മയില്ല, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ണൊന്നും ഞാൻ ബോധമില്ല, പക്ഷെ കണ്ണ് എനിക്ക് തുറന്ന് അവരെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരും അപ്പോഴും ഞാൻ അമ്മേനെ കാണില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണ് തുറന്നപ്പോൾ മാമൻ, അമ്മ, ഏട്ടൻ്റെ അമ്മേനെ കണ്ടു. പക്ഷെ അപ്പോഴും എൻ്റെ അമ്മേനെ കണ്ടില്ല. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. അപ്പോഴും ഇല്ല അമ്മേൻ്റെ കൂടെ, ഞാൻ ഈ സിസേറിയനാ പോണത് എന്നൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. കൊണ്ടുപോയി മലർത്തി കിടത്തിയിട്ട് ഇങ്ങനെ ട്രോളിയിൽ ഇങ്ങനെ തള്ളിക്കൊണ്ടുപോയി. കുറച്ച് ദൂരത്താണ് കേട്ടോ ഓപ്പറേഷൻ തിയേറ്റർ. അത് തുറന്ന് നോക്കുമ്പോൾ കുറേ ലൈറ്റ്സ് കണ്ടപ്പോൾ ഭയങ്കര പേടിയായിട്ടാണ്. പിന്നെ കുറേ ഒരു ബോർഡിൽ എൻ്റെ പേര് ബേബി ഓഫ് മനീഷ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വെയിറ്റ്, എൻ്റെ കാര്യങ്ങളും കുട്ടിയുടെ കാര്യങ്ങളും ഒക്കെ എഴുതാനുള്ള ബോർഡ് 2-3 പേര് അവിടെ ഇവിടെ. പിന്നെ കുറേ നഴ്സുമാരും സിസ്റ്റർമാരും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അനസ്തേഷ്യ തരുന്ന ഒരു മെയിൽ ഡോക്ടർ, ഒരു നല്ല ഡോക്ടറാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഒരു ഡോക്ടർമാർ സംസാരിക്കുക കാര്യങ്ങളൊന്നും മിങ്കിൾ ചെയ്യുന്ന പോലെ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. പക്ഷേ ഈ ഒരു അനസ്തേഷ്യയുടെ സാറ് എൻ്റെ അടുത്ത് നന്നായിട്ട് സംസാരിച്ചു, എൻ്റെ പേര് കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ ആ ഡോക്ടർ ഇങ്ങനെ ജസ്റ്റ് ഞാനിങ്ങനെ പിടിച്ചിരുന്ന ജസ്റ്റ് ഒന്ന് പൊസിഷൻ നോക്കുമ്പോഴേക്കും ഞാൻ പെട്ടെന്നാണ് ഞെട്ടിത്തെറിച്ചു. കാരണം അവരുടെ നഖം കൊണ്ടതാണ് ഒരു പൊസിഷൻ നോക്കിയത്. പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് പേടിയായി. പിന്നെ അവർ അനസ്തേഷ്യ തന്നപ്പോൾ ഒട്ടും തന്നെ എനിക്ക് വേദനയേ ഉണ്ടായിരുന്നില്ല. കാരണം ഞാനത് അക്സെപ്റ്റ് ചെയ്തു എന്നൊക്കെ പറയില്ല, അതായിരുന്നു. അങ്ങനെ അനസ്തേഷ്യ തന്ന് എന്നെ അവർ കെടുത്തിയിട്ട് ഒരു ഇത്ര ഒരു ബെഞ്ച് പോലത്തെ ഒരു ഹൈറ്റുള്ളൊരു സംഭവം അതിൽ കെടുത്തി 2 കൈ നമ്മളിങ്ങനെ കെട്ടിയിടും, കണ്ണടച്ചു വെക്കും. പിന്നെ തരിച്ചോ എന്ന് അവർ നോക്കിയതിന് ശേഷമാണ് നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ വെയിറ്റുള്ളൊരു സംഭവം വെച്ച് അടച്ച് കെട്ടിയൊക്കെ വെക്കും. നമുക്കൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഒരു വലിയൊരു മറവനെ ഉണ്ടാവും, നമുക്കൊന്നും താഴേക്ക് ഇങ്ങനെ നോക്കിയാൽ പോലും കാണാൻ പറ്റില്ല. പക്ഷേ എല്ലാവരുടെ സൗണ്ടും എല്ലാ കാര്യവും നമ്മുടെ ബോധമൊന്നും ഈ അനസ്തേഷ്യക്ക് പോകില്ല കേട്ടോ. ഒരുപാട് പേര് ബോധം പോയി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ബോധം വേണ്ട, ഞാൻ ഭയങ്കര ഒരു അൺകോൺഷ്യസ് ഒക്കെ ആയൊരു ടൈമാണ്, അങ്ങനത്തെ ഒരു സമയമായിരുന്ന പോലെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഒട്ടും ഭയങ്കരമായിട്ട് എനിക്ക് ഉറക്കം വരണില്ല. അത് അവർ നമ്മൾക്ക് അതുപോലെ പെയിൻ വന്നാൽ ഉറങ്ങാനൊക്കെ പറയുന്നത്, അപ്പോഴൊന്നും എനിക്ക് ഉറക്കമോ കാര്യങ്ങളോ ഒന്നും വരാത്തൊരു ഒരു തരം എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞാൽ എനിക്ക് ഓക്കെ അല്ലാത്ത പോലെ എനിക്കുണ്ടായിരുന്നു. ഞാൻ ഉറങ്ങണില്ല, ഞാൻ എന്തൊക്കെയോ ഒരു മൈൻഡായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ഇപ്പം ആലോചിക്കുമ്പോൾ ഞാൻ ശരിയാണ്, എനിക്ക് എന്താ ആ സമയത്തെന്ന് തോന്നിയിരുന്നേ. അങ്ങനെ ഡെലിവറിക്ക് ഒരുപാട് 2 ഡോക്ടർ ഉണ്ടായിരുന്നേ. ആ ഡോക്ടേഴ്സ് എൻ്റെ ഡെലിവറി നടക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കണം, എന്തോ പൂച്ചക്കുട്ടികളെ വർത്താനും അതോ നായ്ക്കുട്ടികളെ വർത്താനങ്ങളൊക്കെയാണ്. അവർ വിചാരിച്ചു എന്താ ഇവർ സംസാരിക്കണം, ഇത്രയും വലിയ കാര്യമില്ല ചെയ്യുന്നത്, എന്തെങ്കിലും ഇനി വയറിൽ വെച്ച് ഒരു മറന്നു പോവോ, അങ്ങനെയൊക്കെ ഒരു സമയത്ത് തോന്നിയിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് ഒരു വൂ 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 എന്നുള്ളൊരു സൗണ്ടാണ് കേട്ടിരുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു വയറിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ തോന്നുന്നു, ബ്ലഡും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ അതും അങ്ങനെ ചെയ്തു. പക്ഷെ എനിക്ക് അവരൊന്നും അപ്പം ബേബീനെ കാണിച്ചെന്നില്ല. ശരിക്കും ഡെലിവറി കഴിഞ്ഞ പാടെ കുട്ടീനെ കാണിച്ചു തരില്ലേ വേണ്ടത്. അനസ്തേഷ്യയുടെ സാർ ചോദിച്ചു, മോനെ കണ്ടോ, ആൺകുട്ടിയാണ് കേട്ടോ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഒരു ആൺകുട്ടി ആവണം എന്നൊക്കെ ഒരു ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. നമുക്ക് ദൈവം തന്നത് ഏത് ആൺകുട്ടിയായാലും പെൺകുട്ടി ആയാലും നമ്മളത് കഴിഞ്ഞിട്ട് സ്വീകരിക്കും. പക്ഷേ നമുക്കൊരു സ്പെഷ്യലായിട്ട് ആൺകുട്ടി ആയിരുന്നെങ്കിൽ, ആദ്യത്തെ ആൺകുട്ടി ആയിരുന്നെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആൺകുട്ടിയാണെന്ന് പറഞ്ഞു, കാണിച്ചു തന്നു. അപ്പോൾ നമ്മളിങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചു, ഫേസ് ഇവിടെ വെച്ചിട്ട് അവരിങ്ങനെ കാണിച്ചു തന്നു. അപ്പോൾ ഒരു ഉമ്മ കൊടുത്തോ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഉമ്മ കൊടുത്തത് ഉണ്ണിയുടെ വായലായിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സിലെന്താ, അയ്യോ നമ്മൾ ഇത്ര നേരം റൂമിലൊക്കെ കിടന്ന് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടാവുമോ, നമ്മൾ അത്രയും ഒരു കോൺഷ്യസ് പോലെ അയ്യോ കുട്ടിക്ക് എന്തെങ്കിലും ആവോ എന്നൊക്കെയാണ് അപ്പോഴും ഞാൻ ചിന്തിച്ചിരുന്നത്. അപ്പോഴാണ് ഞാൻ കുട്ടീനെ കണ്ടത്. പിന്നെ എൻ്റെ എല്ലാം ക്ലീൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്നെ അടുത്തൊരു ICUയിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ എല്ലാവരും കുട്ടികളെയും കൊണ്ടുവരുന്നുണ്ട്, കാണിച്ചു കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഈ കുട്ടീനെ പുറത്തുള്ള നമ്മുടെ വീട്ടുകാർക്ക് കാണിച്ചു കൊടുത്തതിന് ശേഷം അങ്ങനെ ഉണ്ടാവാറ്. പക്ഷെ എൻ്റെ അടുത്ത് മാത്രം കുട്ടീനെ കൊടുന്നേരും അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അതിന് മുന്നേ നമ്മൾ റൂമിൽ കൊടുന്ന് കിടത്തിയപ്പോൾ പറഞ്ഞു, മനീഷ ഉറങ്ങിക്കോളൂ, ഈ പെയിൻ വന്നാൽ പിന്നെ ഒന്നിനും പറ്റില്ല, നല്ല പെയിൻ ആയിരിക്കും എന്നൊക്കെ നമ്മളത് ഡയറക്റ്റ്ലി അവർ പറയുന്നുണ്ട്.
ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, എനിക്കൊന്ന് കുട്ടീനെ കാണിച്ചില്ല. കാരണം നമ്മൾ ഈ ഒരു 10 മാസം നമ്മുടെ കുട്ടി വയറിലുണ്ടായിട്ട് പെട്ടെന്ന് നമ്മുടെ വയറ് കാലി ഇങ്ങനെ ഒഴിഞ്ഞതും പിന്നെ നമുക്ക് കുട്ടി നമ്മുടെ അടുത്തില്ലാത്ത ആ ഒരു എനിക്കുണ്ടായി എൻ്റെ ഫീലിങ്സ് അല്ലേ പറയും. ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് എൻ്റെ കുട്ടീനെ കാണാൻ പറ്റുന്നില്ല. ഇത്രയും ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് ഇപ്പോൾ എൻ്റെ കുട്ടി എൻ്റെ കൂടെ ഇല്ല, എനിക്കൊന്ന് കാണിച്ചു തരൂ ഇങ്ങനെ ഒരുപാട് തവണ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ്. അപ്പോൾ അവർ കാണിച്ചു തരുന്നില്ല, എന്താ കാര്യം ഒന്നും അവർ പറയുന്നില്ല. അങ്ങനെ എന്നെ ഒരു 7:30 8 മണിയൊക്കെ ആകുമ്പോഴാണ് ICUക്ക് മാറ്റുന്നത് കേട്ടോ. അങ്ങനെ മാറ്റിയിട്ട് ഈ ടൈം പറയുന്നത് ഞാൻ ക്ലോക്കിൻ്റെ മുന്നിൽ തന്നെയായിരുന്നു. ഇങ്ങനെ തലയ്ക്ക് മുകളിൽ നോക്കുമ്പോൾ ഇവിടെയായിരുന്നു എൻ്റെ ക്ലോക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ അതും കണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇങ്ങനെ പെയിനായിട്ട് കരയണതും പിന്നെ യൂട്രസ് റിമൂവ് ചെയ്തിട്ട് കരയണതും കുറേ ആൾക്കാർ ഇങ്ങനെ ഉണ്ട്. പക്ഷെ എനിക്ക് കരച്ചിലപ്പം ഉണ്ടായിരുന്നേ ഇല്ല. ഞാൻ ആകെ എവിടെ ആരും കാണാനില്ലല്ലോ. ഡെലിവറിയുടെ 3 നേരം കൊണ്ട് നമ്മുടെ വീട്ടുകാരെ കാണില്ല. ഓരോരുത്തർക്ക് അവരുടെ വീട്ടുകാരെ കാണിച്ചു കൊടുക്കണോ, കുട്ടീനെ കാണിച്ചു കൊടുക്കണോ, എനിക്ക് മാത്രം ആരും വരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ സെക്ഷൻ എടുത്തിട്ട് എന്നെ സൈഡിലേക്ക് മാറ്റി. അപ്പം ഞാൻ വിചാരിച്ചു ഞാനെന്താ ഒറ്റയ്ക്കായോ, എനിക്കിപ്പോൾ ആരും ഇല്ലേ, അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാലത്തായി. അപ്പോൾ എനിക്കിങ്ങനെ നോർമൽ ഡെലിവറിക്ക് തന്നെ ഒരുപാട് ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നോർമൽ ഡെലിവറിയുടെ ബില്ലിൽ അവിടുത്തെ ബില്ല് തന്നെ ഒരു 10,000 ഉണ്ടായിരുന്നു കേട്ടോ. 15,000 രൂപ എമൗണ്ട് ഉണ്ടായിരുന്നു. അത്രയും മരുന്ന് എനിക്ക് അന്ന് കയറ്റിയിട്ടുണ്ടായിരുന്നു, എല്ലാ ചാർജും കൂടിയിട്ട്. അത്രയും മരുന്ന് കയറ്റിയിട്ട് എൻ്റെ ഈ കൈ ബൾജായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു ഇങ്ങനെ ആൻറ്റിബയോട്ടിക് കയറ്റാനുള്ള പെയിൻ കുറയാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ക്യാനിലൊന്ന് മാറ്റി കുത്തുമോ, എനിക്ക് പെയിൻ ഭയങ്കര ഉണ്ട് പറഞ്ഞു. എന്നിട്ട് ഈ കയ്യിൽ കുത്തുമ്പോൾ അവരിങ്ങനെ നോക്കുക, അവർക്ക് കാണാനില്ല, ഓൾറെഡി നല്ല തടിച്ചിട്ടുണ്ടായിരുന്നു, നീരായിരുന്നു എൻ്റെ ശരീരത്തിൽ മൊത്തം ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വെയിൻ കാണാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ സൈഡിൽ വെയിൻ ഉണ്ട്, അതിലെടുത്തോളും പറഞ്ഞപ്പോൾ അവരെന്നെ ചോദിക്കുക എന്താ ചെയ്യണം. അപ്പോൾ അവർക്ക് മെഡിക്കൽ ഫീൽഡ് ആണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മളൊന്നുകൂടി സ്പെഷ്യലായിട്ട് കെയർ ചെയ്യാൻ തുടങ്ങി. രാവിലെ ആയി, ഒരു 6 മണിയായി, എല്ലാവർക്കും കുട്ടികളെ കൊണ്ടു കാണിക്കണോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നമ്മുടെ കുട്ടീനെ കാണിച്ചിരുമ്പോൾ മാറുമോ, എങ്ങനെ നമ്മുടെ കുട്ടീനെ മനസ്സിലാവുമോ, എല്ലാ പിള്ളേരും ഒരുപോലെ തന്നെയല്ലേ ആയിരിക്കുക. ഇങ്ങനെ ഞാനാണെങ്കിലും എൻ്റെ കുട്ടീനെ കണ്ടിട്ടില്ല. പിന്നെ അവർക്ക് ടാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ പിന്നത്തെ ചിന്ത എങ്ങനെയായിരുന്നു, പിന്നെ പറഞ്ഞു മനീഷ നീങ്ങിക്കെടുക്കൂ, കാരണം ചെറിയൊരു കട്ടള നമുക്ക് അതിന്ന് നമ്മളുടെ അടുത്ത് നീങ്ങിക്കെടുക്കാൻ പറയാം. നീങ്ങിക്കിടന്നാലാണ് കുട്ടീനെ കൊടുന്ന് കിടത്താൻ പറ്റുള്ളൂ. സ്പേസ് ഉണ്ടാക്കുക. ആദ്യം മനുഷ്യ ചെരിയാൻ നോക്കുമെന്ന്. കാരണം ഇത്രയും വലിയ സിസേറിയൻ കഴിഞ്ഞിട്ട് നമ്മളെ അടുത്ത് ചെരിയാൻ നോക്കൂ എന്നാൽ കുട്ടീനെ കൊടുന്നതരാന്ന്. ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് എനിക്ക് കുട്ടീനെ കാണണം. ഞാൻ വേഗം എങ്ങനെയൊക്കെയോ ഞാൻ ചെരിഞ്ഞു. അപ്പോൾ ഞാൻ സിസ്റ്ററോട് ഞാൻ ചെരിഞ്ഞുന്നുണ്ട്, എനിക്ക് ഇനി കുട്ടീനെ കാണിച്ചു തരുമോ എന്നൊക്കെ ഞാൻ ചോദിക്കുക. കാരണം നമുക്ക് കുട്ടീനെ എത്രയും ഒരു 7:30 ഡെലിവറി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ എൻ്റെ കുട്ടീനെ ഒന്ന് കാര്യമായിട്ട് ചോദിക്കണം, ഒന്ന് കാണിച്ചു തരുമോ ചോദിക്കുന്നത്. കാരണം അതുവരെ നമുക്ക് കാണിച്ചു തരണില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഉണ്ണിക്ക് മേടിച്ച് ടർക്കി ഓർമ്മയുണ്ട്. ഒരു പുലിമുരുകൻ ഫിലിം വന്ന സമയമായതുകൊണ്ട് ഒരു പുള്ളി ഒരു ടർക്കിയായിരുന്നു. അപ്പോൾ ആ ടർക്കിയിൽ ഉണ്ണീനെ കൊണ്ടുവരും പറഞ്ഞിട്ട് ഞാൻ ഈ ഡോറിൻ്റെ അവിടെ ഇങ്ങനെ നോക്കിയിരിക്കാം. ആ ടർക്കിയിലായിരിക്കും എൻ്റെ കുട്ടി. അപ്പോൾ എനിക്ക് ആ കുട്ടി വരുമ്പോൾ ദൂരത്തുനിന്ന് മനസ്സിലാവും അതെൻ്റെ കുട്ടിയാണെന്ന് മനസ്സിലാക്കാൻ വെച്ച് ഞാൻ ദൂരത്തുനിന്ന് തന്നെ ഞാൻ നോക്കി നിന്നപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ കുട്ടീനെ ഇങ്ങനെ കൊടുന്നു തരുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ത്രില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടീനെ ഇങ്ങനെ അടുത്ത് കിടത്തി. ഉണ്ണീനെ കിടത്തിയപ്പോൾ തന്നെ ഉണ്ണി എന്നെ ഇങ്ങനെ പിടിച്ചു. അവൻ്റെ 3 വിരലുകൊണ്ട് പിടിച്ചു. അപ്പോൾ അന്ന് എൻ്റെ വിചാരം കുട്ടികൾ പിടിക്കുമല്ലോ, അപ്പോൾ വിചാരിച്ചു എന്നെ വേഗം പിടിച്ചല്ലോ എന്നാണ് എൻ്റെ വിചാരം ഉണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഫീഡ് ചെയ്യിക്കാനൊക്കെ പറഞ്ഞു. എനിക്കതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ എന്തൊക്കെയോ കാണിച്ചു, പക്ഷെ കുട്ടിക്ക് പാലോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല. എനിക്ക് അറിയില്ലായിരുന്നു. കാരണം നമ്മുടെ കൂടെ അമ്മമാരും കാര്യങ്ങളൊക്കെ വലിയ പറഞ്ഞു തരും, എനിക്ക് അറിയുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഉണ്ണിക്ക് ഫീഡ് ചെയ്യിക്കാനൊക്കെ നോക്കി, പറ്റിയില്ല. കുറച്ച് നേരം ഞാൻ ഉണ്ണീനെ നോക്കി, കുഞ്ഞൊരു ഉണ്ണിയല്ലേ, അപ്പോൾ ഉണ്ണീനൊക്കെ നോക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ കുട്ടീനെ വേഗം കൊണ്ടുപോയി. എന്താ കാര്യമൊന്നും എനിക്കറിയില്ല. പിന്നെ എല്ലാവരുടെയും റിലേറ്റീവ്സ് വരാൻ തുടങ്ങി. റിലേറ്റീവ്സും അമ്മമാരും അമ്മമാർ വരാൻ തുടങ്ങി. എനിക്ക് മാത്രം ഇല്ല, ആരും വരണില്ല, ആരും കാണാം. ഡെലിവറി കഴിഞ്ഞ പാടെ നമ്മൾ റൂമിൽ ICUക്ക് മാറ്റുമ്പോൾ ആരെങ്കിലും വന്ന് നമ്മളെ കാണും. അത് നമുക്കൊരു മെൻ്റലി സപ്പോർട്ടാണ് കേട്ടോ. ആരും എനിക്ക് അപ്പോൾ വന്നില്ല. അപ്പോൾ അപ്പോഴും ഞാൻ വിചാരിക്കണം അയ്യോ എനിക്ക് അപ്പോഴും ആരും ഇല്ല, എന്നെ ആരും കാണാല്ലേ, കുട്ടീനെ കിട്ടിയപ്പോൾ കുട്ടീനെ മതിയോ. അപ്പോഴും എനിക്ക് ഭയങ്കര ഫീലിങ്സ് ആയിരുന്നേ. കുറേ കഴിഞ്ഞിട്ടാണ് അമ്മ വന്നത്. എനിക്ക് പെയിനുള്ളത് അമ്മയ്ക്ക് ഒരുപാട് വേദന ആയതുകൊണ്ട് എനിക്ക് പെയിനുള്ള പോലെ കാരണം അമ്മയ്ക്ക് അത് ഭയങ്കരമായിട്ട് വിഷമാവും വിചാരിച്ചിട്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഇന്നലെ രാത്രി നിന്റെ അടുത്ത് കുട്ടീനെ ഞങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ ഉടനെ തന്നെ ഈ കുട്ടീനെ അവർ തിരിച്ച് മേടിച്ച് ഓടുക ചെയ്ത്. കാരണം കുട്ടീനൊക്കെ തരുമ്പോൾ തന്നെ കുട്ടി ഇങ്ങനെ വലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്നെ അപ്പം പേടിച്ചു. കാരണം ഇത്രയും നേരം ഡെലിവറിക്ക് ടൈം എടുത്തുകൊണ്ട് കുട്ടിക്ക് ശ്വാസത്തിന് ബ്രീത്തിങ്ങിന് പ്രോബ്ലം ഉണ്ടായിട്ട് വേഗം NICUക്ക് കൊണ്ടുപോയി കുട്ടീനെ ചൂട് കൊള്ളിക്കുക, എന്തോ ഒരു ചില്ലും കൂട്ടിലൊക്കെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ എല്ലാവരും കുട്ടിയുടെ പിന്നാലെ ആയിരുന്നു. എന്നെ
കാണാൻ ബൈസ്റ്റാൻഡറിനെ വിളിക്കുമ്പോൾ ഒരാളും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ അടുത്ത് നേരത്തെ നേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അമ്മ വരാഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അങ്ങനെ ഒരു പിറ്റേ ദിവസം അന്നത്തെ ദിവസം ഒരു 12 മണിയൊക്കെ ആയപ്പോൾ എന്നെ ICUന്ന് റൂമിലേക്ക് മാറ്റിയിട്ടോ. റൂമിലേക്ക് മാറ്റിയപ്പോൾ എൻ്റെ എല്ലാവരും അച്ഛനും അമ്മയും അനിയന്മാരും എൻ്റെ വല്യമ്മ മാമൻ അങ്ങനെ എല്ലാവരും അമ്മമ്മയൊക്കെ എന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ണീനെയും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ആ റൂമിലെത്തി ഞാൻ ഡ്രസ്സ് മാറി അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. എൻ്റെ ആ ഡെലിവറി കഴിഞ്ഞൊരു ദിവസം ഉണ്ടായിരുന്നത്. പിന്നെ പാല് കൊടുത്തോ എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ടായിരുന്നേ. പക്ഷേ പാല് കുട്ടിക്ക് കിട്ടുന്നില്ല, എനിക്ക് പാലില്ല എന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായിട്ട് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഒരു റോസ് ടാബ്ലറ്റ് ഉണ്ട്, അത് വന്നിട്ട് 2 എണ്ണം വെച്ചിട്ട് ഞാൻ 3 നേരം കഴിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ പ്രഗ്നൻസി സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർഷത്ത് കഴല വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അതെനിക്ക് ഈ പാല് വരുന്നതിൻ്റെ സിംറ്റം ആയിരുന്നു. അത് ഞാൻ വീട്ടിൽ പറയാത്തതുകൊണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ അത് അപ്പോഴും ഞാൻ ഈ നേരത്തും ഈ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ആരോടും പറഞ്ഞിട്ടില്ലേ. എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ 2 അമ്മമാരും ഏട്ടനും വന്നിരുന്നു. ശരിക്കും 2 പേർക്ക് നിൽക്കാൻ പാടുള്ളൂ. സിസേറിയൻ ആയതുകൊണ്ട് ഒന്നും എനിക്ക് പറ്റാത്തതുകൊണ്ട് എനിക്ക് ഇവരുടെ 3 പേരുടെ പ്രസൻസ് ഉണ്ടെങ്കിലേ ഞാൻ ഓക്കെ ആവുള്ളൂ. ഇവർ 3 പേരുണ്ടെങ്കിൽ എനിക്ക് ധൈര്യം ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് 3 പേരും നിന്നായിരുന്നു. 3 റോസ് ടാബ്ലറ്റും ഞാൻ എടുത്ത് എനിക്ക് തന്നിട്ട് കഴിച്ചു. ഈ ടാബ്ലറ്റ് കഴിച്ച പാടെ എനിക്ക് അങ്ങോട്ട് വന്നിട്ട് പാല് നിറഞ്ഞിട്ട് ബ്രസ്റ്റ് ഭയങ്കരമായിട്ട് വലുതായി. പിന്നെ പാല് കട്ടയായിട്ട് എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല, പനി വരാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇത് കട്ടയാക്കാൻ പാടില്ല, നിങ്ങളിത് ഉടച്ച് കളയണം, അത് പാല് കളയണം എന്ന്. ഈ പാല് കുട്ടിക്ക് ഒരുപാട് കൊടുക്കാൻ പറ്റില്ല. കുട്ടിക്ക് കൊടുക്കുമ്പോൾ കുട്ടിക്ക് ഒന്നും ഇത്ര ഒരുപാട് ജനിച്ച പാടെ ഒരുപാട് കുട്ടി കുടിക്കില്ല. പിന്നെ ഇത്രയും പാല് നമ്മൾ ഞെക്കി കളയണം എന്നൊക്കെ പറഞ്ഞിട്ട് തോർത്ത് വെച്ച് ഞെക്കായിരുന്നു. പിന്നെ അത് വന്നിട്ട് എൻ്റെ അമ്മയും മാമമ്മയൊക്കെയാണ് കേട്ടോ വന്നിട്ട് ഇങ്ങനെ ആ പാലിങ്ങനെ കളയുകയൊക്കെ ചെയ്തിരുന്നു. എന്താ വെച്ചാൽ അല്ലാന്നുണ്ടെങ്കിൽ അത് ഇൻഫെക്ഷനായിട്ട് സർജറി ചെയ്ത് കളയണമെന്നൊക്കെ ഡോക്ടർ ഭയങ്കരമായിട്ട് നമ്മൾ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം നനച്ച തുണി കൊടുന്ന് ഇങ്ങനെ ബ്രസ്റ്റിൽ വെക്കുമ്പോൾ ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴേക്കും അതിങ്ങനെ ഉണങ്ങി ഇങ്ങനെ പടപടാ പോലെ ആയിട്ടുണ്ടാവും. അത്രയും ഹീറ്റ് കൂടുതലായിട്ട് പാല് നിറഞ്ഞിട്ട് അത് ഞാനൊരു 2-3-4 ദിവസം ഞാനത് ഗംഭീരമായിട്ട് തന്നെ അനുഭവിച്ചു. കാരണം നമ്മുടെ സിസേറിയൻ്റെ വേദന, ഈ പാല് വന്നിട്ടുള്ള വേദന, എനിക്ക് സിസേറിയൻ്റെ വേദന ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് ഈ പാല് വന്നിട്ടുള്ള വേദന എനിക്ക് ഒട്ടും സഹിക്കാൻ, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഒന്നും മിണ്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒന്നാമത് നമുക്ക് സിസേറിയൻ ആയതുകൊണ്ട് ഫുഡ് ഭയങ്കര ലിമിറ്റ് ഉണ്ടായിരുന്നു. ഓയിൽ ഫുഡും കാര്യങ്ങളും കഞ്ഞിയൊക്കെ ആയിരുന്നു നമുക്ക് കഴിച്ചിരുന്നത്. പിന്നെ നമുക്ക് പിന്നെ ആവി പിടിക്കുക, അനസ്തേഷ്യ തന്നുകൊണ്ട് ചുമ വരാൻ പാടില്ല. ചുമ വന്നാൽ പെയിൻ ആവും. അപ്പോൾ ചുമ വരാതിരിക്കാൻ നമുക്ക് ആവി പിടിക്കാൻ കാലത്ത് വരും. നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാലത്ത് മയക്കുന്നതിന് 10 ml വെച്ചിട്ട് 10-5 ml വെച്ചിട്ട് ആൻറ്റിബയോട്ടിക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഭയങ്കര ഒരു പീരീഡ് ആയിരുന്നു. 8 ദിവസം 6 ദിവസത്തോളം നമ്മൾ സ്റ്റിച്ചിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ഉണങ്ങാൻ നിൽക്കണം. എന്നിട്ട് സ്റ്റിച്ച് വെട്ടിയാൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സ്റ്റിച്ച് പറഞ്ഞാൽ അത് ഒട്ടിക്കണ സ്റ്റിച്ച്, അത് നമുക്ക് താനെ അത് ഹീലായി പോകുന്ന പറയുന്നത്. പക്ഷെ അന്നൊക്കെ എനിക്ക് നൂൽ സ്റ്റിച്ചാണ്, അവിടെ ഇവിടെ ഇങ്ങനെ വെട്ടി ഇങ്ങനെ എടുക്കണമായിരുന്നു. അപ്പോൾ സ്റ്റിച്ച് വെട്ടാണ്ട് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു 6-7-8 ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു നിന്ന സമയത്ത് അന്നേ എനിക്ക് ഭയങ്കരമായിട്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആർക്കും, എനിക്ക് പോലും തന്നെ എന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും വലിയൊരു 2 ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടായത് ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. 3-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസം നമ്മളിങ്ങനെ പിടിച്ചിങ്ങനെ നടത്തിക്കോ ഒക്കെ ചെയ്യുമെങ്കിലും നടക്കാൻ വല്ല ഈ കുട്ടികൾ പിച്ച വെച്ച് നടക്കണം ഒരു സമയമുണ്ടല്ലോ, അതുപോലെയാണ് നമ്മളിങ്ങനെ നടത്തി പഠിപ്പിക്കുക. അവര് ഉണ്ടാവില്ല, നമ്മൾ ഈ കിടക്കേണ്ടല്ലോ അതിൽ ഉണ്ണീനെ കിടത്തിയിട്ട് 2 അമ്മമാരും വാഷ് ചെയ്ത തുണി തോരടാൻ വേണ്ടിയിട്ട് പോയി. ആ നേരത്ത് ഉണ്ണി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ആ കരയണ നേരത്ത് ഏട്ടനെ എടുക്കാൻ പേടിച്ചിട്ട് ഏട്ടൻ അമ്മേനെ വിളിക്കാൻ പോയതാ. ഈ കരഞ്ഞിട്ട് ഈ നമ്മൾ വിരിച്ചുള്ള കിടക്കയിലുള്ള തുണി ഉണ്ണി മുഖത്തിട്ടിട്ട് ഉണ്ണി കൊണ്ട് ഒരു റോസാപ്പൂവിൻ്റെ കളറാണ് കേട്ടോ ആയത്. റോസാപ്പൂവിൻ്റെ കളറായിട്ട് കുട്ടി എനിക്ക് ഭയങ്കര ഞാൻ പേടിച്ചു. എന്നിട്ട് ഞാൻ വേഗം ബെഡിൽ നിന്ന് എനിക്കോ ഇറങ്ങി, ഭയങ്കര പെയിൻ ആയിരുന്നു. ഞാൻ ഇറങ്ങിയത് ഞാൻ ഇറങ്ങി, കാരണം ഞാൻ സിസേറിയൻ കഴിഞ്ഞിട്ട് 2 ദിവസമായി 2-3 ദിവസമായിട്ടുള്ളൂ. കാരണം നമ്മൾ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയും ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ ഞാൻ വിറച്ചിട്ട് ഞാൻ ആ ഉണ്ണിയുടെ കിടക്കയുടെ അവിടെ പോയി ഉണ്ണീനെ എടുത്ത് ഞാൻ കിടക്കി ഇങ്ങനെ ചാരി നിന്ന് ഞാൻ അങ്ങനെ നിൽക്കുക കുട്ടീനെ. ആ നേരത്ത് ഏട്ടൻ അമ്മമാരെ വിളിച്ചു വന്നിട്ട് അമ്മ എൻ്റെ കയ്യിൽ നിന്ന് കുട്ടീനെ പേടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കരഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം ഞാൻ എങ്ങനെ അവിടെ നിന്ന് കട്ടിൽ നിന്ന് ഇറങ്ങിയതും കുട്ടീനെടുത്ത് എനിക്ക് അറിയില്ല. ഞാൻ എടുക്കേണ്ട എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്ന് അങ്ങനെ നേരത്തെ ഞാൻ എടുത്തത്. കാരണം നമ്മുടെ പെയിനോ കാര്യങ്ങളോ നമ്മൾ നോക്കില്ല, അമ്മമാർ നോക്കില്ല എന്നുള്ളൊരു നിമിഷമാണ് എനിക്ക് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു വല്ലാത്തൊരു ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആദ്യമായിട്ട് നമ്മളെ കുളിപ്പിക്കുന്ന ദിവസം എൻ്റെ അമ്മ എന്നെ കുളിപ്പിച്ച് തരികയാണെങ്കിലും അമ്മയ്ക്ക് എൻ്റെ മുറിയുടെ ഭാഗം തൊടാൻ പേടിയായിരുന്നു. അങ്ങനെ ഏട്ടൻ്റെ അമ്മ, ഇവിടുത്തെ എൻ്റെ അമ്മ ആണ് എൻ്റെ മുറിയുടെ ഭാഗം അഴിച്ച് മുറി ക്ലീൻ ചെയ്ത് ഒക്കെ തരിക. അപ്പോൾ എനിക്കിങ്ങനെ
എൻ്റെ മുറി കാണാൻ പേടി. അപ്പോൾ എനിക്കിങ്ങനെ ചിരിക്കുമ്പോൾ എൻ്റെ നമ്മുടെ വയറ് തൂങ്ങിയിട്ടുണ്ടാവില്ല, വയറ് ഇങ്ങനെ കുലുങ്ങുമ്പോൾ എനിക്ക് പെയിൻ എടുക്കുക. അപ്പോഴൊക്കെ എനിക്ക് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ സ്റ്റാർട്ടിങ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെറുതെ കരയുക, സങ്കടപ്പെടുക. അതൊന്നും എൻ്റെ ഫാമിലീസിന് ആർക്കും തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഏകദേശം എൻ്റെ സ്റ്റിച്ചൊക്കെ വെട്ടി നമ്മുടെ ക്യാനിലൊക്കെ ഊരിയതിന് ശേഷം ഒരു ദിവസം ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊന്ന് ഉണ്ണീനെ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കുട്ടീനെ എടുക്കുന്നത്. ആ എടുക്കുന്ന നേരത്തെ എനിക്ക് കുട്ടീനെ എടുക്കാനൊരു പേടി. ജസ്റ്റ് കുട്ടീനെ എടുക്കുമ്പോൾ കുട്ടി തലയൊന്നും ഇങ്ങനെ ആയി. അതിനപ്പോൾ ഏട്ടൻ എൻ്റെ അടുത്ത് ഒന്ന് ഉറക്കെ ഒച്ച വെച്ചതാണ്. പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. ഞാൻ ചോദിച്ചിട്ട് അത് എൻ്റെയും കൂടി കുട്ടിയില്ല, എന്താ ഏട്ടൻ ഇങ്ങനെ എൻ്റെ അടുത്ത് ചെയ്ത്. അപ്പോൾ ഞാൻ കുറേ കരഞ്ഞതുണ്ട്. അന്ന് ആരും അറിയാണ്ടാണ് കേട്ടോ ഈ കരച്ചിലൊക്കെ. ഞാൻ രാത്രി കിടക്കുമ്പോഴാണ് കരയുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഒരു സംഭവ ബഹുലമായിട്ട് ഹോസ്പിറ്റൽ ജീവിതം ഒരു കഴിഞ്ഞു കിട്ടും. അപ്പോഴേക്കും ഉണ്ണിക്കുട്ടൻ്റെ മഞ്ഞപ്പിത്തം കൂടുതലായിട്ട് 2 ദിവസം കൂടി എക്സ്ട്രാ. എനിക്ക് അവിടെ BP ഹൈ ആയി. ഈ ടെൻഷനൊക്കെ മുഖേനയാണ് എനിക്ക് BP ഹൈ ആയി. BP ടാബ്ലറ്റ്സ് ഉണ്ടായിരുന്നു. സ്റ്റിച്ച് വെട്ടിയതിന് ശേഷം 2 ദിവസം ഞാൻ അവിടെ അഡ്മിറ്റ് ചെയ്ത് BP വേണ്ടിയിട്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഒരു 10 ദിവസത്തോളം 10-12 ദിവസത്തോളം ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോവുക. ഇത്ര ദിവസം എനിക്ക് കെയർ ആയിട്ട് എൻ്റെ 2 അമ്മമാരും എൻ്റെ ഏട്ടനും കൂടെ ഉണ്ടായിരുന്നു. സംഭവ ബഹുലമായ ഒരു ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോവുക. അപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ കാറൊക്കെ എടുത്തിട്ട് ഏട്ടൻ വീട്ടിൽ പോയി കാറൊക്കെ എടുത്ത് വന്നു. അങ്ങനെ എന്നെ എൻ്റെ വീട്ടിലാക്കണമല്ലോ. എൻ്റെ കൂടെ 2 അമ്മമാരും എൻ്റെ ഏട്ടനും ഉണ്ടായിരുന്നു. ഇത്രയും ദിവസം ഉണ്ടായപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നേ. അങ്ങനെ ഇവരെന്നെ വീട്ടിൽ കൊടുന്നാക്കുമ്പോൾ ഞാൻ കാറിൽ ഒട്ടും ഓക്കെ അല്ല. കാറിൽ പോകുമ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര ടെൻഷൻ, നമ്മുടെ ഉള്ളിലുണ്ടായൊരു വിഷമം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ. അതേപോലെ ഒരു ഞാൻ ആകെ ഓക്കെ ആയിരുന്നു. ഞാൻ അങ്ങനെ വീട്ടിലെത്തി എൻ്റെ എൻ്റെ സാധനങ്ങൾ ഇറക്കി എൻ്റെ കുട്ടീനെ എന്നെ എല്ലാവരും ഇറക്കി വീട്ടിലാക്കിയിട്ട് ഇവർ പിന്നെ പോവുക. കാരണം ഇവർക്ക് ഒറ്റപ്പാലെത്തണം. അവിടെ ഒരു 2 മണിക്കൂറോളം ഒരിക്കൽ ട്രാവൽ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇവരെന്നെ വിട്ടു പോകുമ്പോൾ എനിക്ക് സഹിക്കില്ല. ഞാൻ അച്ഛനെ ആയാലും അമ്മേനെ ആയാലും ഏട്ടനെ ആയാലും കെട്ടിപ്പിടിച്ച് കരയുക. ഇവരെ വിടാൻ പറ്റുന്നില്ല. കാരണം ഇവരിനി എൻ്റെ വീട്ടിലില്ല. കാരണം ഇനി ഞാനും എൻ്റെ അമ്മയുള്ളൂ. എനിക്ക് ഒട്ടും തന്നെ ആ ഒരു രംഗം ഞാൻ ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഞാൻ കരയാറുണ്ട്. കാരണം എനിക്ക് അവരില്ലാണ്ട് അവരിനി പോവുകയാണ് എൻ്റെ കൂടെ. ഞാൻ ഏട്ടനെ വിടാതെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് അപ്പോൾ ഞാൻ അമ്മ വിചാരിക്കേണ്ടത് എന്താ ഇവർ ഇങ്ങനെ ചെയ്യണം. അത് ഇപ്പോഴും ഞാൻ അമ്മോട് സംസാരിക്കുമ്പോൾ പറയേ ഇങ്ങനെ ഏട്ടനെയൊക്കെ അങ്ങനെ കെട്ടിപ്പിടിച്ച് കരയണം, അമ്മേനെ കെട്ടിപ്പിടിച്ച് കരയണു എല്ലാവരും. എനിക്ക് ഇവരെ വിടാൻ പറ്റുന്നില്ല. ഇവർ പോകുമ്പോൾ ഞാൻ തീരെ ഓക്കെ ആയിരുന്നില്ല. പിന്നെ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. ഇവർ പോയതിന് ശേഷം പിന്നെ അവിടുന്ന് കുറച്ച് ദിവസങ്ങൾ എന്നും കാലത്ത് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് ഭയങ്കര തലവേദന വരും. എന്നും പാരസെറ്റമോൾ 600 കഴിച്ചാൽ എനിക്ക് ആ തലവേദന മാറുള്ളൂ. ടെൻഷൻ്റെ തലവേദനയായിരുന്നു ഞാൻ ഇപ്പം മനസ്സിലാക്കണം കേട്ടോ. കാരണം എനിക്കിപ്പോൾ ഒരു ചെറിയൊരു കാര്യം വന്നാൽ പോലും ചെറിയ കാര്യമില്ല, ഒരു വിഷമം വന്നാൽ എനിക്ക് അപ്പം തലവേദന വരും. കാരണം അത് ടെൻഷൻ മൈഗ്രെയിൻ അത്രേ. അതാണ് ഇപ്പം ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഞാൻ മനസ്സിലാക്കി. അപ്പം അന്നൊന്നും ഞാൻ ഒട്ടും ഇതല്ലേ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അപ്പം ഞാനിരുന്ന് കരയായിരുന്നു. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ കരയായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ഇവരെ വീട്ടുകാരുടെയോ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇരുന്ന് കരയായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് പേടിയാവാൻ തുടങ്ങി. എന്താ സംഭവം അതൊന്നും അമ്മേൻ്റെ അടുത്ത് അന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഈ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ എൻ്റെ ഈ പോസ്റ്റ്മോർട്ടം എനിക്ക് ഉണ്ടായിരുന്നു അമ്മയ്ക്ക് അറിയായിരുന്നു ചോദിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞിരുന്നത് എനിക്ക് നല്ല പേടിയായിരുന്നു, നിനക്ക് എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ, കാരണം നിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലെയായിരുന്നു എന്ന്. അങ്ങനെ ഡോക്ടർ നമുക്ക് 43 ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പോലും കുട്ടിക്ക് ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താ വെച്ചാൽ അന്ന് മനീഷ ഒട്ടും ലാബ് റൂമിൽ കരയാത്തൊരു കുട്ടി ഉണ്ടെങ്കിൽ അവളായിരുന്നു. ഇപ്പം എന്താ അവൾക്ക് പറ്റിയത്, നീ കൺട്രോൾ ചെയ്യുവാണ്ട് ഡോക്ടർ എനിക്ക് ഒരുപാട് മോട്ടിവേഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കതൊന്നും അത്ര മൈൻഡിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നു. ഞാൻ കുറേ കാലമായിട്ട് ഈ പോസ്റ്റ്മോർട്ടം ഞാൻ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ കാര്യത്തിന് പോലും ഞാൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യായിരുന്നു, ദേഷ്യപ്പെടായിരുന്നു. കൂടുതൽ ദേഷ്യം നമ്മുടെ അമ്മമാരോടല്ലേ ചെയ്യുക, അതേപോലെ ഞാൻ ദേഷ്യപ്പെട്ടായിരുന്നു. ഒരു വയസ്സൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഞാൻ എൻ്റെ കുട്ടീനെ തല്ലായിരുന്നു കേട്ടോ. ഞാനിത് ഒരുപാട് പേരോട് പറയുമ്പോൾ ചില ആൾക്കാർക്കൊന്നും ഇതെന്താന്ന് തന്നെ അറിയില്ല. അവർ പറയും അവളെ കുട്ടീനെ തല്ലുക, അല്ലെങ്കിൽ അവൾക്കത് പോസ്റ്റ്മോർട്ടം ഒക്കെ പറഞ്ഞുണ്ടാക്കുക. അതൊന്നും അല്ല കേട്ടോ. അതൊക്കെ അനുഭവിച്ചവർക്ക് ഈ കാര്യം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ കടന്നു വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും തീർച്ചയായിട്ട് പറയുന്നത്. ഇപ്പോഴല്ലേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ സ്റ്റോറി, ഈ സ്റ്റോറി എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ അനുഭവിച്ച് വന്ന ഒരാൾ, കാരണം ഞാൻ മനക്കെട്ടില്ലാത്ത ഒരാളായതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ടാവും. നല്ല ബോൾഡായ ആൾക്കാർക്ക് ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആയിരിക്കില്ല. എല്ലാവരുടെ കേസും അല്ല കേട്ടോ, ഓരോരുത്തർ അനുഭവിച്ചിരിക്കാറില്ല. പക്ഷെ ഞാൻ ആ ഒരു നല്ല ലെവലിൽ ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കുട്ടീനെ തല്ലിയിട്ടുണ്ട്. അത് ആലോചിക്കുമ്പോൾ സങ്കടം വരും. പാലൊക്കെ കുടിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് തട്ടും. എന്ന് വെച്ചാൽ എനിക്ക് പാല് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരുമോ. പക്ഷെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് വേറെ ഒന്നും സംഭവിച്ചില്ല. ഇത്രയുള്ള എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ഉണ്ണിക്കുട്ടൻ ഇത്ര വലുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് 7.5 വയസ്സായിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.